ഇത് കൊടുക്കാതിരുന്ന കൊടുക്കണ്ടെന്ന് പറഞ്ഞാ കൊടുക്കണ്ട. ഹൈ, അപ്പൊ എനിക്ക് ഈ മരുന്ന് കഴിക്കണ്ടല്ലോ. മുത്തശ്ശി എന്തിനാ കുട്ടന് മരുന്ന് കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട്. മുത്തശ്ശി, എനിക്ക് നിന്നെ വിശ്വാസമില്ല, വിശ്വാസമില്ല, വിശ്വാസമില്ല. നീയേ ഇവന് കൊടുക്കുന്നത് ശരിക്കുള്ള മരുന്നാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഇവനെ നിന്റെ അച്ഛന്റെ കൊലപാതകയാണെന്നല്ലേ നിന്റെ അമ്മയുടെ വാദം. ആ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ മരണത്തിന്റെ പേരിൽ നീ സിദ്ധുവിനോട് പകരം വീട്ടില്ലാന്ന് ഞാൻ എങ്ങനെ അറിയും? സിദ്ധുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തട്ടിപ്പ് മരുന്നുകളാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ സ്വാമി അച്ഛൻ അയച്ചു തന്ന മരുന്നുകളല്ലേ നീ കുട്ടന് കൊടുക്കുന്നത്? അത് കുട്ടന്റെ അസുഖം മാറാനുള്ള മരുന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാമി അച്ഛനെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. എനിക്കേ ആരെയും വിളിച്ചു ചോദിക്കണ്ട. നീയേ ഈ മരുന്ന് സിദ്ധുവിന് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അമ്മേ, എന്തിനമ്മ ഈ അനാവശ്യ തർക്കം? ഒന്ന് നിർത്ത്. സ്വർണത്തിന് സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേക പരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സ്വർണത്തിന്റെ ഗുണങ്ങൾ കാണുമ്പോ തന്നെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. ഈ നിൽക്കുന്ന ദേവികയെ അമ്മ സംശയിക്കുക അവിശ്വസിക്കുക ഒന്നും വേണ്ട. ദേവിക തനി തങ്കോ. ദേവികയുടെ ഉദ്ദേശം സത്യസന്ധമാണ്. ദേവിക എടുക്കുന്ന തീരുമാനങ്ങളും ബുദ്ധിപൂർവ്വമുള്ളതാ. അതുകൊണ്ട് ദേവികയെ അവിശ്വസിച്ച് സംസാരിക്കാനുള്ള അർഹത ഈ വീട്ടിൽ ആർക്കുമില്ല. ദേവിക സ്വന്തം അമ്മയെ എതിർത്തുകൊണ്ടാ ഇവിടെ നിന്ന് സിദ്ധുവിനെ ശുശ്രൂഷിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഒരമ്മയായ എനിക്കുള്ളതിനേക്കാൾ വാശിയാ സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കാനായി ദേവിക കാണിക്കുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദേവികയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മകന്റെ ജീവൻ ദേവികയുടെ കയ്യിൽ ഭദ്രമാണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ വെറുതെ അവളെ തടസ്സപ്പെടുത്തണ്ട. നിന്റെ ഈ വാക്കുകൾ നിനക്ക് മാറ്റി പറയാനുള്ള അവസ്ഥ വരരുത്. അത് നീ നല്ല പോലെ ഓർത്തോ. ഇതൊന്നും കേട്ടിട്ട് മോള് തളരരുത്. നീ നിന്റെ കർത്തവ്യം തുടർന്നോളൂ. നീ ഈ വീട്ടിലെ അമൂല്യമായൊരു സ്വത്താ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടെ ചിലർക്കില്ലാതെ പോയി.